പാദപൂജാ വിവാദങ്ങൾക്കിടെ സ്കൂളുകളിലെ മതചടങ്ങുകൾ നിയന്ത്രിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചന തീരുമാനം. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അംഗീകരിക്കാവുന്ന തരത്തിൽ പൊതുമാനദണ്ഡം തയ്യാറാക്കാനാണ് ആലോചന. വിശദമായ പഠനശേഷമാകും തീരുമാനം. അതേസമയം സ്കൂളുകളിലെ പാദപൂജയിൽ വിമർശനവുമായി ദേവസ്വം മന്ത്രി VN വാസവൻ രംഗത്തെത്തി. സംസ്കാരശൂന്യമായ പ്രവൃത്തി എന്ന് മന്ത്രി 24-നോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ പാദപൂജയും ഗുരുഭക്തിയും രണ്ടാണ്. ഒരു ഗുരുവിനോട് ആദരവ് പ്രകടിപ്പിക്കുന്നത് കാല് കഴുകിച്ചല്ല. സാംസ്കാരിക കേരളത്തിന് യോജിക്കാത്ത രൂപത്തിൽ മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഈ കേരളത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തി നടന്നുകൂടാ. അത് നിരാകരിക്കപ്പെടേണ്ടതാണ്. അത് അങ്ങേറ്റം അപലനീയമാണ്. പാദപൂജ സംഘടിപ്പിച്ച സ്കൂളുകളിലേക്ക് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇന്ന് പ്രതിഷേധം നടത്തും. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ, അശ്വിൻ പാലാഴി എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഉമേഷ്, എല്ലാ മതവിഭാഗങ്ങൾക്കും ചേരുന്ന ഒരു പൊതുമാനദണ്ഡം സ്കൂളുകളിൽ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല ഇമ്പമുള്ള, കേൾക്കാൻ നല്ല രസമുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷേ തൊട്ടാൽ പൊള്ളുന്ന വിഷയവുമൊക്കെയാണത്. അത് പറയാതെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏത് രീതിയിലാണ് അതിലേക്കുള്ള ആലോചന? ആരെയൊക്കെയാണ് അതിലേക്ക് വിളിക്കുക? എങ്ങനെയാണ് പൊതുമാനദണ്ഡം ഉണ്ടാക്കുക? എത്ര നാളെടുക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം? ഉമേഷ്, അശ്മി പറഞ്ഞതുപോലെ തന്നെ തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. ഇത്തരത്തിൽ സ്കൂളുകളിൽ സദുദ്ദേശത്തോടു കൂടി നടപ്പാക്കിയ പദ്ധതികൾ പോലും മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിലേക്ക് കടന്നതാണ്. നമ്മളത് കണ്ടതാണ്. അത് സുംബയാകട്ടെ, ഒപ്പം അതിനുശേഷം സ്കൂൾ സമയം മാറ്റത്തിലാകട്ടെ, എന്തായാലും ഈ പാദപൂജ വിഷയം കൂടി വന്ന സാഹചര്യത്തിലാണ് ഇനി മതപരമായ ചടങ്ങുകൾ, മതപരമായ മറ്റ് പരിപാടികൾ എന്നിവയെല്ലാം സ്കൂളുകളിൽ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എത്തുന്നത്. എന്തായാലും അത്തരത്തിൽ നടപ്പാക്കുന്നതിന് മുൻപ് ചില പൂർണ്ണമായ ഒരു പഠനം വേണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ എല്ലാ ദിവസവും സ്കൂളുകളിലുള്ള പ്രാർത്ഥനാ ഗീതം, അത് കൂടാതെ ചില ചടങ്ങുകളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ഭാരതാംബ വിവാദമെല്ലാം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വിദ്യാഭ്യാസ വകുപ്പിനെ കാരണമാക്കിയിട്ടുണ്ട്. എന്തായാലും വിശദമായി പഠിക്കും. സാധാരണ രീതിയിൽ ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ആഴ്ചകളിലോ ഇത് നടപ്പാക്കില്ല. വിശദമായി വിഷയം പഠിക്കും. അതിനൊരു കമ്മിറ്റിയെ നിയോഗിക്കും. കമ്മിറ്റി നിയോഗിച്ച് ഒരുപക്ഷെ വേണമെങ്കിൽ തെളിവെടുപ്പ് കൂടി അല്ലെങ്കിൽ സിറ്റിംഗ് കൂടി നടത്തും. അതായത് വിവിധ സംഘടനകളുടെയും അധ്യാപക സംഘടനകളുടെയും എല്ലാം അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ചുകൊണ്ട് ഏക അഭിപ്രായം നടപ്പാക്കാതെ ഒരു ഏക സ്വരത്തിൽ വിവിധ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ഏക സ്വരത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുന്നത്. ഇതൊരു റെഗുലേഷൻ, അതായത് വിശദമായ മാർഗ്ഗരേഖയായിരിക്കും. കാരണം ഒരു വിദ്യാർത്ഥിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ഒരു മതവിശ്വാസിയോ മതവിശ്വാസി അല്ലാത്ത കുട്ടിക്കോ ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രീതിയിലായിരിക്കണം സ്കൂളുകളുടെ പ്രവർത്തനം. അത് പരിപാടികളുടെ പ്രവർത്തനമാകണമെങ്കിലും അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ മതവിശ്വാസിയായ കുട്ടിയാകട്ടെ, അത് വ്യത്യസ്ത മതത്തിലുള്ള വിശ്വാസത്തിലുള്ള കുട്ടിയാകട്ടെ, ഇനി വിശ്വാസമില്ലാത്ത കുട്ടിയാകട്ടെ, അവർക്ക് കൂടി ഉൾക്കൊള്ളാവുന്ന രീതിയിലായിരിക്കണം സ്കൂളുകളുടെ പ്രവർത്തനം, സ്കൂളുകളുടെ പരിപാടികൾ, സ്കൂളുകളിൽ നടക്കേണ്ട മറ്റ് ചടങ്ങുകൾ എന്നിവയെല്ലാം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പഠനം നടത്തും. അതിനുശേഷം ആവശ്യമുള്ള സിറ്റിങ്ങുകൾ നടത്തും. അതിനുശേഷമായിരിക്കും പദ്ധതി നടപ്പാക്കുക. എന്തായാലും സർക്കാർ, കാരണം തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഘട്ടങ്ങളും, കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംസ്കാരങ്ങളുണ്ട്. ഘട്ടങ്ങൾ, അതായത് പൊതുവിദ്യാലയം എന്ന് പറയുമ്പോൾ അത് സർക്കാർ സ്കൂളുകൾ മാത്രമല്ല ഉൾപ്പെടുന്നത്. എയ്ഡഡ് സ്കൂളുകളുണ്ട്, വിവിധ മതസംഘടനകളുടെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളുണ്ട്. അവിടെയെല്ലാം വിവിധ രീതിയിലുള്ള ചടങ്ങുകൾ, ആചാരങ്ങൾ എല്ലാം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ കരുതലോടുകൂടി മാത്രമേ നടപ്പാക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് വിശദമായ ഒരു പഠനത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിശദമായ വിഷയം പഠിച്ച ശേഷം മാത്രമായിരിക്കും നടപ്പാക്കുക. ഹഷ്മി. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.